അത് നിങ്ങൾ നേരത്തെ പറഞ്ഞതാണല്ലോ ഈ വർക്ക്മാൻഷിപ്പ് വാറന്റി ഒക്കെ ബെറ്റർ ആയിട്ട് നൽകുന്നവരെ നമ്മൾ സെലക്ട് ചെയ്യാവുള്ളൂ. പക്ഷെ നിങ്ങളുടെ പ്രപ്പോസൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതിൽ നിന്ന് വർക്ക്മാൻഷിപ്പ് വാറന്റി എന്ന ടൈം ഒന്നും കണ്ടില്ലല്ലോ. അതെ സാർ, അത് പ്രപ്പോസലിൽ ഉണ്ടായിരുന്നു. പ്രപ്പോസലിലെ വാറന്റി സെക്ഷനിൽ ഇൻസ്റ്റലേഷൻ വാറന്റിയിലാണ് ഇത് കവർ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒരുപാട് വാറന്റീസ് ഉണ്ടല്ലേ? അതെ സാർ, പ്രധാനമായും 3 വാറന്റീസ് ആണ് ഉള്ളത്. അതിൽ തന്നെ ഈ പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ വാറന്റീസും കവർ ആവുന്നുണ്ട്. അത് ഏതൊക്കെയാണ് ഈ വാറന്റീസിൽ വരുന്നത്? സാർ, പ്രധാനമായും 3 വാറന്റീസ് ആണ് ഉള്ളത്. പ്രോഡക്റ്റ് വാറന്റി, പെർഫോമൻസ് വാറന്റി, അതുപോലെ തന്നെ ഇൻസ്റ്റലേഷൻ വാറന്റി. ആദ്യത്തേത് പ്രോഡക്റ്റ് വാറന്റീസ്. ഇതിൽ പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള സോളാർ പാനൽസ്, ഇൻവെർട്ടേഴ്സ്, വയേഴ്സ് എന്നിവ പോലുള്ള എല്ലാ കോമ്പോണൻസിന്റെയും ഡിഫക്ട്സിനാണ് പ്രോഡക്റ്റ് വാറന്റി വരുന്നത്. ഏകദേശം 10 തൊട്ട് 25 വർഷമാണ് മിക്ക പ്രോഡക്റ്റിനും വാറന്റി വരുന്നത്. ഇത് ഓരോ മാനുഫാക്ചേഴ്സിനെ അപേക്ഷിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ലഭ്യതയുള്ള പ്രോഡക്ട്സും ലോങ് ടേം വാറന്റി ഉള്ള പ്രോഡക്ട്സുമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട പ്രോഡക്റ്റ് വാറന്റിയുടെ ഡ്യൂറേഷനും ഇതിൽ ഏതൊക്കെ കവർ ചെയ്യുന്നതെന്ന് നോക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ് ഈ റിപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ അതിന് ലേബർ ചാർജ് ഉണ്ടോ എന്ന്. രണ്ടാമത്തേത് പെർഫോമൻസ് വാറന്റി. ഈ വാറന്റി സോളാർ പാനലിലാണ് ഉള്ളത്. അതായത് നിശ്ചിത കാലയളവിൽ പാനലിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി റേറ്റഡ് കപ്പാസിറ്റിയെ അപേക്ഷിച്ച് കുറച്ച് മാത്രമേ കുറയുള്ളൂ എന്ന ഗ്യാരണ്ടിയാണ് പെർഫോമൻസ് വാറന്റി. ഉദാഹരണത്തിന്, ഒരു സോളാർ പാനൽ 25 വർഷം കഴിയുമ്പോൾ റേറ്റഡിന്റെ 80% ആണ് പ്രൊഡക്ഷൻ ഗ്യാരണ്ടി എങ്കിൽ 25 വർഷത്തിനകം 80% താഴെ പോയാൽ വാറന്റി ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇതിൽ സോളാർ പാനലിന്റെ പെർഫോമൻസും മറ്റും എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് കുറയുന്നതെന്ന് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. മൂന്നാമത്തേത് ഇൻസ്റ്റലേഷൻ വാറന്റി. ഇതിലാണ് വർക്ക്മാൻഷിപ്പിന്റെയും ഇൻസ്റ്റലേഷൻ ക്വാളിറ്റിയുടെയും ഗ്യാരണ്ടി വരുന്നത്. ഇത് ടിപ്പിക്കലി 1 മുതൽ 10 വർഷം വരെ പോകാം. നോർമലി കവർ ചെയ്യുന്നത് ഇൻസ്റ്റലേഷൻ റിലേറ്റഡ് ഇഷ്യൂസ് ആയ ലീക്സ്, വയറിംഗ് പ്രോബ്ലം, സ്ട്രക്ചർ ഡാമേജ് വരുന്നത്, അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻ ചെയ്യാത്തതും, അതിൽ എർത്തിങ്ങും ലൈറ്റിംഗ് പ്രൊട്ടക്ഷനും എല്ലാം ഈ വാറന്റിയിൽ ഉൾപ്പെടുന്നു. ഇത്രയും ടൈപ്പ് വാറന്റീസ് ആണ് ഒരു സോളാർ പ്രോഡക്റ്റിൽ കവർ ആവുന്നത്. ഓക്കെ. പക്ഷെ നമ്മളിപ്പോൾ എന്തെങ്കിലും വാറന്റി നമ്മൾ ക്ലെയിം ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും പലപ്പോഴും ഡിക്ലൈൻ ആയി പോകാനുള്ള അവസ്ഥയുണ്ട്. അതുപോലെ ഈ സോളാറിലും വാറന്റി ഡിക്ലൈൻ ആയി പോകാനുള്ള അവസ്ഥ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതെ സാർ, ഇപ്പോൾ ഏതൊരു പ്രോഡക്റ്റ് ആയാലും അവരുടെ കണ്ടീഷൻസ് വെച്ചുള്ള ഗ്യാരണ്ടിയിലായിരിക്കും അവർ വാറന്റി നൽകുന്നത്. അതുപോലെ തന്നെ സോളാറിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ എല്ലാ പ്രോഡക്ട്സിന്റെയും വാറന്റി ഡോക്യുമെന്റ്സും റെസീപ്റ്റ്സും അതുപോലെ തന്നെ കോൺട്രാക്റ്റും സൂക്ഷിച്ചു വെക്കണം. വാറന്റി ക്ലെയിം ചെയ്യാൻ ഡോക്യുമെന്റ്സ് ആണ് പ്രധാനം. അതുപോലെ തന്നെ കുറച്ചും കൂടി റിസ്ക് കുറയ്ക്കണമെങ്കിൽ കോൺട്രാക്റ്റിന് കൂടെ നടത്തിയ കമ്മ്യൂണിക്കേഷൻസ് റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നതും നല്ലതാണ്. രണ്ടാമത്തെ കാര്യമാണ് മെയിൻ്റനൻസ്. മെയിൻ്റനൻസ് പ്രോപ്പറായി ചെയ്തില്ലെങ്കിൽ വാറന്റി ക്ലെയിം ചെയ്യാനാകില്ല. എല്ലാവരും പലപ്പോഴും മിസ് ചെയ്യുന്ന കാര്യമാണിത്. നിങ്ങളുടെ വാറന്റി വാലിഡ് ആയിരിക്കണമെങ്കിൽ റെഗുലർ മെയിൻ്റനൻസ് ചെയ്യുക. മൂന്നാമത്തേത്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതാത് മാനുഫാക്ചറെയോ കോൺട്രാക്ടറെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യുക. ഡിലേ ആയാൽ വാറന്റി ക്ലെയിം ചെയ്യുവാൻ പാടായിരിക്കും. ഒരു ഇഷ്യൂ വരുമ്പോൾ ഉടനെ തന്നെ EPC കോൺട്രാക്ടറിനെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യുക. അവർ വന്ന് അവിടെയുള്ള പ്രശ്നങ്ങളെല്ലാം പരിശോധിക്കും. ഈ ഇഷ്യൂസ് വാറന്റിയിൽ ഉൾപ്പെടുന്നതാണോ എന്ന് വിലയിരുത്തി വാറന്റിക്ക് ഉള്ളിൽ ഉള്ളതാണെങ്കിൽ അതിനുള്ള നടപടികൾ ഒക്കെ EPC കോൺട്രാക്ടർ നോക്കിക്കോളും. അതിപ്പോൾ പ്രോഡക്റ്റിന്റെ പ്രശ്നമാണെങ്കിൽ മാനുഫാക്ചറിന്റെ അടുത്ത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് വാറന്റി ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇതിന് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ്, അതായത് പർച്ചേസ് പ്രൂഫ്, വാറന്റി ഡോക്യുമെന്റ്സ്, ഇൻസ്റ്റലേഷൻ റെക്കോർഡ്സ്, അതുപോലെ തന്നെ ഇഷ്യൂസിന്റെ ഫോട്ടോസ്, ഈ ഡോക്യുമെന്റ്സ് എല്ലാം കംപ്ലൈന്റിന്റെ കൂടെ സബ്മിറ്റ് ചെയ്ത് വാറന്റി ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ കംപ്ലൈൻസ് ക്ലെയിം ആവുന്നവരെ ഇവരോട് നടത്തിയ എല്ലാ കമ്മ്യൂണിക്കേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ്. ഇനി അഥവാ ഈ കംപ്ലൈൻസ് ക്ലെയിം ആയിട്ടില്ലെങ്കിൽ നമുക്ക് കൺസ്യൂമർ കോർട്ടിൽ ഒരു പെറ്റീഷൻ നൽകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനുള്ള സപ്പോർട്ട് വൈദ്യുതി പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? വൈദ്യുതി നമ്മൾ ചെയ്ത എല്ലാ പ്രോജക്ട്സിന്റെയും മെയിൻ്റനൻസും ക്ലീനിങ് ടൈം എല്ലാം ചാർജ് ചെയ്ത് നമ്മൾ ക്ലയൻസിനെ ഇൻഫോം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വാറന്റി നമ്മൾ ഉത്തരവാദിത്തമാണ്. വാറന്റി നമ്മൾ ഉത്തരവാദിത്തം ആയതുകൊണ്ട് തന്നെ വാറന്റി ക്ലെയിം ആവുന്നത് വൈദ്യുതി കൂടെ ഉണ്ടാവും.